ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മടുത്തൊരു മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് രോഹിത് കോളേജിലോട്ട് വരികയാണ്. കോളേജിലോട്ട് വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ അച്ഛൻ എഴുന്നേറ്റ് അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ഡിസിപ്ലിൻ കമ്മിറ്റി ആക്ഷനോട് സംസാരിച്ചു. നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിന്നെ ഈ കോളേജിൽ തുടർന്ന് പഠിക്കാൻ ഉള്ള അനുവാദം നിനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നീ ചെയ്ത തെറ്റല്ലാതാവത്തില്ല. അതുകൊണ്ട് നിന്നെ ഡിസ്മിസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിനക്ക് 1 മാസത്തേക്ക് ചെറിയൊരു സസ്പെൻഷനുണ്ട്. നീ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും നിനക്ക് എക്സാം എഴുതേണ്ടതുകൊണ്ടും ചെറിയൊരു കൺസൾട്ടേഷൻ ചെയ്തു തരുവാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇനി ഒരു കാരണവശാലും ഇതുപോലുള്ള തെറ്റായ സെറ്റിലോട്ട് പോവാനോ ഇതുപോലുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കാനോ ശ്രമിക്കില്ലെന്ന് പറയും. ഇല്ല ഫാദർ, ഞാൻ ഒരു കാരണവശാലും ഇനി ഒരു തെറ്റിലോട്ടും പോവില്ല. ഞാൻ ഇനി നല്ല രീതിയിൽ പഠിച്ച് ഈ കോളേജിൻ്റെ സൽപ്പേര് നിലനിർത്തിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സത്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അലീനയെ നോക്കുന്നുണ്ട്. അപ്പം അലീന നല്ല ടെൻഷനിലാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചതിന് ഇതിൽ ദേഷ്യം കാണുമെന്നൊക്കെ ഒരു പേടിയുണ്ട് അലീനയ്ക്ക്. ഫാദർ ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് അലീന ഒന്നും മിണ്ടത്തില്ല. ഇന്നലെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നോട് സംസാരിച്ചത്. നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞല്ലോ, അച്ഛൻ മാത്രം കയ്യിലുള്ള കല്ല് താഴെ ഇടുന്നില്ലെന്ന്. എന്താ, നിനക്കൊന്നും മറുപടി പറയാനില്ലേന്ന് ചോദിക്കും. ആ സമയത്ത് അലീന പറയും, ഫാദർ, ഞാൻ രോഹിത്തിൻ്റെ പഠിപ്പ് തുടർന്ന് പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്. എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. ഇല്ല കുഞ്ഞെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ചില സമയത്തും ഇങ്ങനെ ആരെങ്കിലും വേണം നമ്മൾക്കൊരു മാറ്റം ഉണ്ടാവാൻ. അല്ല, നിന്നെ ബൈബിളിലൊക്കെ ആരാ പഠിപ്പിച്ചെന്ന് ചോദിക്കും. അത് ബ്രിജിത്ത മമ്മിയാന്ന് പറയും. ബ്രിജിത്ത മമ്മിയോ? നീ രോഹിത് ബാലചന്ദ്രൻ്റെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത്? ബാലചന്ദ്രൻ്റെ മകള്. പിന്നെ നിന്നെ ബ്രിജിത്ത മമ്മി ബൈബിൾ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഞാനൊരു അനാഥയാണ് ഫാദർ എന്ന് പറയും. അനാഥയോ? അതെ, മനസ്സിലായില്ല. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് അലീന. ഞാൻ സ്നേഹനികേതൻ എന്ന് പറഞ്ഞൊരു ഓർഫനേജിലാണ് വളർന്നു വന്നത്. ബ്രിജിത്ത മമ്മിയാണ് ഞങ്ങളെ വളർത്തിയത്. ബ്രിജിത്ത മമ്മിയുടെ മരണശേഷം ആ ഓർഫനേജ് നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അവിടെ താമസിച്ച കുറച്ച് കുട്ടികളെ പല വീടുകളിലോട്ടും ഹോം നേഴ്സായിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടതാണ് നെടുമ്പുരയിൽ ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിലോട്ട്. അവിടെ ഒരു വീട്ടുവേലക്കാരിയായിട്ടാണ് ഞാൻ നിന്നത്. പക്ഷേ അവിടെ ഉള്ളവർ നല്ല മനസ്സുകൊണ്ട് അവരെന്നെ ഒരു സഹോദരിയെ പോലെ കണ്ടു. ഇന്ന് ഞാൻ അവരുടെ എല്ലാവരുടെയും ചേച്ചിയായി മാറിയെന്ന് പറയും. അപ്പോഴത്തേക്ക് തന്നെ ഫാദറിന് ഭയങ്കര സ്നേഹം കൂടുകയാണ്. കാരണം അലീന ഒരു അനാഥയാണെന്ന് കൂടി അറിഞ്ഞപ്പോഴത്തേക്ക് ഫാദറിന് നല്ല വിഷമമുണ്ട്. ആ സമയത്ത് പറയും, കുഞ്ഞ്, നീ ഒരു അനാഥയായിരുന്നിട്ട് പോലും ഇപ്പോൾ നീ അനാഥയല്ല, നിനക്കിന്ന് എല്ലാവരും ഉണ്ട്. നീ എത്രത്തോളം നല്ല മനസ്സിനുടമയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ അലീനയെക്കുറിച്ച് പറയുന്നുണ്ട്. ശരി, ഇനി നിനക്ക് രോഹിത്തിനെന്ന് പറയും, ഇനി നിനക്ക് കോളേജിൽ തുടർന്ന് പഠിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫാദർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയും രോഹിത്തും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ വൈജയന്തി വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ബബിത വന്നിട്ട് ചോദിക്കും, അമ്മ എന്തായി കാണിക്കുന്നത്? ബാഗെല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ടാണ്? അമ്മ ഓഫീസിലേക്കാണോ? അപ്പോഴത്തേക്കും അതിന് ഇത്രയും ഡ്രസ്സും ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന എന്തിനാന്ന് ചോദിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറയും. പോവാനോ? അമ്മ എങ്ങോട്ട് പോകാൻ? എനിക്കും പോകാൻ സ്ഥലമുണ്ട്. ആർക്കും എന്നെ ഇവിടെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അവളെ മതിയല്ലോ. അലീനെ വീട്ടുവേലക്കാരിയായിട്ട് വന്നവളെ വീട്ടുകാരിയായിട്ട് വാഴിക്കണമല്ലോ എല്ലാവരും ചേർന്ന്. അപ്പം ഞാനിവിടെ ആരാ? ഒരു പെയിൻ ഗസ്റ്റിന് കണക്ക് താമസിക്കണം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഉച്ചയ്ക്ക് അലീന ഇവിടുന്ന് പോകണമെന്ന് ഞാൻ അവളോട് ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇവിടുന്ന് പോകാൻ മനസ്സില്ല. വേണ്ട, അവൾ പോകണ്ട, അവളിവിടെ വീട്ടുകാരിയായിട്ട് താമസിച്ചോട്ടെ, ഞാനിവിടെ നിന്ന് പോയേക്കാം, എല്ലാവർക്കും അതാണല്ലോ ഇഷ്ടവും. എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? അലീന ചേച്ചി രോഹിയേട്ടനോട്ട് കോളേജിലോട്ട് പോയേക്കുമല്ലേ, രോഹിയേട്ടൻ്റെ സസ്പെൻഷൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അലീന ചേച്ചിയും രോഹിയേട്ടനും കൂടി വരട്ടെ. പക്ഷേ അവൾ വരുന്നവരെ ഞാൻ കാത്തിരിക്കാനോ? അവരുടെ സ്ഥലത്ത് പോയേക്കുമല്ലേ അമ്മ, അവർ പോയിട്ട് വരട്ടെ. അമ്മ കുറച്ച് നേരം വെയിറ്റ്, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛനെ വിളിച്ച് അച്ഛനോട് സംസാരിക്കാം. അച്ഛനോ? പിന്നെ ഒരച്ഛൻ. ഞാൻ ഈ വീട്ടിൽ താമസിച്ച് ഇത്രയും ദിവസമായി, എനിക്ക് സുഖമാണ്. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ബാലചന്ദ്രൻ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പോകുന്ന കാര്യം അച്ഛനോട് വിളിച്ച് പറയുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അമ്മയ്ക്ക് എന്താ അമ്മ അലീന ചേച്ചിയോട് ഇത്ര ദേഷ്യം? അലീന ചേച്ചി ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. അവൾ ദ്രോഹം ചെയ്തിട്ടില്ലേ? അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീടല്ലാതെ മാറിയത്. എനിക്ക് എൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണം അവളാണ്. അവൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല. അത് അന്നേ ഞാൻ പറഞ്ഞത്. ആ ഗംഗേട്ടനും ശിവേട്ടനും കൂടി ചേർന്ന് എന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അമ്മ, ഇത് അമ്മയുടെ സ്വന്തം വീടല്ലേ, ഇവിടെയല്ലേ അമ്മയെ കൊണ്ടാക്കേണ്ടതെന്ന് ചോദിക്കും. ഇതെൻ്റെ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ തോന്നലുണ്ടാവണം. അതിന് അലീനയെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും അവൾ ഈ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താമസിക്കത്തില്ല, മാറെന്ന് പറഞ്ഞുകൊണ്ട് കാറിന് ഡോറ് തുറക്കണം. ആ സമയത്ത് ബബിത വന്നു പറയും, അമ്മേ പ്ലീസ് അമ്മേ, അച്ഛൻ വന്നതിന് ശേഷം അമ്മ പോവാവുള്ളൂ എന്ന് പറഞ്ഞ് ബബിത കാറ് തടയാൻ ശ്രമിക്കണം. ആ സമയത്ത് ബബിതയെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് വൈജയന്തി കാറിലോട്ട് കയറുകയാണ്. അവിടെ
ബബിത വന്ന് വീണയൊന്നും വൈജയന്തിക്ക് പ്രശ്നമല്ല. വൈജയന്തി കാറ് കൊടുത്തുകൊണ്ട് നേരെ പോകുന്നത് നെടുമ്പുരയിലാണ്, നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലോട്ടാണ്. കടപ്പാട്ടൂർ ചെല്ലുന്ന സമയത്ത് വൈജ വരുന്നത് കമല കാണും. ഉടനെ ഇവളെന്താ ബാഗും പെട്ടിയൊക്കെ ആയിട്ട്. ഒന്നാമത് ഇവിടെ ഓരോരോ പ്രശ്നങ്ങളാണ് ഹരിയുടെ ജാമ്യത്തെ സംബന്ധിച്ച്. ഇവളും കൂടി വന്ന് പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് വരുന്നതാണ്. ആ സമയത്ത് കമല ചെന്ന് ശിവനെ വിളിച്ചുകൊണ്ട് വരും. എന്താ കമലേ, ഇത് നിങ്ങളുടെ സഹോദരി വന്നിട്ടുണ്ട്, ലക്ഷണം കണ്ടിട്ട് കുറച്ച് ദിവസം താമസിക്കുന്നതാണ്, പെട്ടിയും ബാഗും ഒക്കെ ആയിട്ടാണ് വന്നേക്കെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശിവൻ അങ്ങോട്ട് വരികയാണ്. നീ എന്താ വൈജയ് ഈ ബാഗും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട്, എന്താ എനിക്കിങ്ങോട്ട് വന്നുകൂടെ, ഇതെൻ്റെ വീടല്ലേ, എനിക്കിവിടെ ആരും അവകാശവും തന്നെ ഒഴിപ്പിച്ചൊന്നും വിട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. എന്തോ വൈജയ് നീ വഴക്കിനായിട്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. വഴക്കിന് നിങ്ങളല്ലേ കാരണം ഉണ്ടാക്കി തന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഗംഗേട്ടനും ശിവേട്ടനും കൂടി ചേർന്നല്ലേ എന്നെ ചതിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നത്. വൈജയ് അത് നീ താമസിക്കേണ്ട വീടല്ലേ, അതിൽ ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടുവന്നാക്കിയത്. എൻ്റെ വീടോ, ആ അലീനയെന്ന് പറഞ്ഞവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതിന് അവൾ അവിടുന്ന് മാറുന്ന കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ 2 ആഴ്ചക്കകം ആ വീട്ടിൽ നമ്മൾ മാറിക്കൊടുക്കാമെന്ന്. നീ തന്നെയല്ലേ 2 ആഴ്ച അവൾക്ക് സമയം കൊടുത്തത്. അതെ, ഞാൻ സമയം കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്ത കണക്ക് എന്ന് അവൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. നീ എന്താ വൈജ ഇങ്ങനെ, അവൾ 2 ആഴ്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം നിനക്ക് കൊടുത്തുവിടായോ. അപ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് മാറത്തില്ലെന്ന് ചോദിക്കും. പിന്നെ അവളുടെ സൗകര്യം അനുസരിച്ചല്ല ഞാൻ ഓരോ തീരുമാനം എടുക്കുന്നത്. നിനക്കെപ്പോഴും നിൻ്റെ സ്വന്തം കാര്യമല്ലേ വലുത്, എനിക്കെപ്പോഴും എൻ്റെ കാര്യം തന്നെ വലുതെന്ന് പറയും. നീ ഒരിക്കലും നിൻ്റെ ഭർത്താവിനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചോ ഒന്നും നീ ചിന്തിച്ചിട്ടില്ല. നിനക്ക് നിൻ്റെ വാശി ജയിക്കണം, നീ പറയുന്ന തീരുമാനം നടപ്പിലാവണം, അത് തന്നെയല്ലേ എന്നും നീ ചിന്തിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ശിവേട്ടന് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കും. അപ്പോൾ നീ ഇങ്ങോട്ട് വന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഇത് നിൻ്റെ വീട്, നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം, നിൻ്റെ ഇഷ്ടം പോലെ നീ എന്തോന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ആ സമയത്ത് കമല അങ്ങോട്ട് കണ്ടു പറയും, നീ എന്ത് മണ്ടത്തര വൈജയ് കാണിച്ചത്. ഞാൻ എന്ത് കാണിച്ചെന്നാണ് കമലയുടെ തീ പറഞ്ഞത്. അവൾ 2 ആഴ്ച അവധി ചോദിച്ചില്ലേ, ആ 2 ആഴ്ചക്കുള്ളിൽ അവൾ അവിടെ നിന്ന് പോത്തില്ലയോ. അതിന് മുമ്പ് നീ ഈ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ഞാനിങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ടൻ പറഞ്ഞാൽ ശരിയാണ്, നിന്നോട് എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല, നിനക്ക് നിൻ്റെ വാശി തന്നെ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് കമലയും ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന രോഹിത്തും അല്ലീനയും അറിയുന്നുണ്ട് വൈജയന്തി വീട്ടിൽ നിന്ന് പോയ കാര്യം. വീട്ടിൽ വന്നതിന് ശേഷം അവർ കൃഷ്ണയും അലീനയും രോഹിത്തും ബബിത എല്ലാവരും ചേർന്ന് കടപ്പാട്ടൂർ പോയി വൈജയന്തിയെ കാണുന്നുണ്ട്. വൈജയന്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ അലീനയ്ക്ക് കഴിയും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.